തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ ആശുപത്രിയിൽ 2.5 വയസ്സുകാരിയോട് കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു എന്നാണ് പരാതി. VS അനുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. അനു, ഇത് സത്യത്തിൽ ശിശുക്ഷേമ സമിതി തന്നെയാണോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുമോ? സാമാന്യ ബോധമുള്ളവരാരും ചെയ്യില്ലാത്തൊരു പ്രവൃത്തിയാണ്. അതോ ഇനി ഈ മുറിവേൽപ്പിച്ചവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ളവരാണോ? കൃഷ്ണ, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന, വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയും കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് ആയമാർ മുറിവേൽപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 ആയമാരെ ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ശിശുക്ഷേമ സമിതിയിലെ ആയമാരായിട്ടുള്ള അജിത, മഹേശ്വരി, സിന്ധു എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ കുളിപ്പിക്കുന്ന, ഈ കുട്ടിയും 2.5 വയസ്സുള്ള പെൺകുട്ടിയും ഒപ്പം 1 വയസ്സുള്ള ആൺകുട്ടിയും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ശിക്ഷേമ സമിതി അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയും അവിടെ താമസിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം, ഈ 2 ദിവസം മുമ്പ്, ഈ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ഈ കുട്ടിക്ക് ജനനേന്ദ്രിയ ഭാഗത്ത് മുറിവുള്ളതായി മറ്റ് ആയമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് ഉടൻ തന്നെ ഇവർ ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അറിയിച്ചു, അരുൺ ഗോപി അറിയിച്ചു. അതിനുശേഷം അരുൺ ഗോപി ഇക്കാര്യം ഈ കുട്ടിയെ തൈക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മാത്രമല്ല, പോലീസിലും സമാനമായ ഒരു പരാതി, പോലീസിൽ കൃത്യമായ ഒരു പരാതി ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി നൽകുകയും ചെയ്തു. ഈ പരാതിയിലാണ്, അതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ 3 ആയമാരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, കുട്ടികൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി പരിപാലിക്കപ്പെടുന്നു എന്ന് സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ഒരു കുട്ടി ആക്രമിക്കപ്പെടുന്നത്, ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുന്നത്. ഇത് വളരെയധികം ഗൗരവത്തോടു കൂടി ചർച്ചയാകേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, ഈ അമ്മ തൊട്ടിലൊക്കെ അടക്കം വരുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നത് ശിക്ഷേമ സമിതിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം വളരെ നമുക്കൊക്കെ ഉള്ളിൽ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ലാൽകൃഷ്ണ.